നരകനാശത്തിന്റെ വെണ്ണീറ് നീറ്റിയ ഒരു കനൽ സൂര്യൻ പാതിരാത്രി പാകിസ്ഥാന്റെ ആകാശത്ത് ഉദിച്ച നാൾ കുറച്ച് വാപോയ കോടാലികൾക്കപ്പുറം ആ രാജ്യത്തിന്റെ പട്ടാളം, അതിന്റെ മേധാവി, അവരുടെ എയർ ഡിഫൻസ് ഒക്കെ പിള്ളേരുകളെ പോലൊരു മുട്ടൻ തമാശ എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ട നാൾ. ഈ രാജ്യത്തിന്റെ, ഈ മഹാരാജ്യത്തിന്റെ പരമാധികാരം പാകിസ്ഥാന്റെ ആകാശത്ത് അജയ്യമായി സ്ഥാപിക്കപ്പെട്ടൊരു പാതിരാവ്, അകാലത്തിൽ മായ്ക്കപ്പെട്ട സീമന്ത സിന്ദൂരങ്ങൾക്ക്, വൈധവ്യങ്ങൾക്ക്, പുത്രദുഃഖങ്ങൾക്ക് എരിയുന്ന രോഷത്തിൽ രാജ്യത്തിന്റെ മറുപടി അയൽ രാജ്യത്തിന്റെ ആകാശത്തെ തീമഴ ഓപ്പറേഷൻ സിന്ദൂർ. ആ പഹൽഗാമിലെ കാലൻകൂട്ടത്തിന് അവരുടെ തലച്ചോറിൽ വെറുപ്പ് കുത്തിവെച്ച് കടത്തിവിട്ട ഭീകരവാദി അപ്പന്മാരുടെ അണ്ണാക്കിലേക്ക് വരുന്നുണ്ട്. റഫാലും മിറാഷും തീർക്കുന്ന വെടിക്കെട്ട് എന്ന് നേരത്തെ പറഞ്ഞത് 26 കൂടപ്പിറപ്പ് ചോര കണ്ട വൈകാരികതയിൽ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പട്ടാള ശക്തിയെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യത്തിലാണ്. എണ്ണം പറഞ്ഞ ഭീകര കേന്ദ്രങ്ങൾ, നരകങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അജ്മൽ കസബിന് കോൾമാൻ ഹെഡ്ലിക്കടക്കം ഉരുമ്പട്ട യാത്രയ്ക്ക് പടച്ചട്ടയിട്ടുവിട്ട മുരീദ് കെ, ഇന്ത്യ വിരുദ്ധ ഞരമ്പിൽ കുത്തിവെക്കുന്ന ഭീകരവാദ ലാബോറട്ടറി, മസൂദ് അസർ 18 ഏക്കറിൽ കെട്ടിപ്പൊക്കിയ അവന്റെ ഭീകരവാദ സാമ്രാജ്യം ഭവൽപൂരടക്കം, റഫാലിൽ കൊരുത്ത സ്കാൽപ് മിസൈലുകൾ, ഹമ്മർ ബോംബുകൾ, തീമഴ തീർത്തത് വെറുപ്പിന്റെ കോട്ടകൾക്ക് മുകളിലാണെന്നതിന് നക്ഷത്രം പോലെയാണ് തെളിവ് സാക്ഷ്യം. തലവിടിച്ച് മലച്ചു കിടന്നതിൽ പ്രധാനി അബ്ദുൾ റൌഫ് അസർ, വെറുപ്പ് നിറച്ചൊരു തലച്ചോറുകാരൻ, ഭീകരവാദ ബ്രീഡിംഗ് ഫാക്ടറികളുടെ മേലാളൻ, അസംഖ്യം കുരുതികൾക്ക് ചുക്കാൻ പിടിച്ചവന് തുറക്കപ്പെട്ടത് തർക്കം വേണ്ട സ്വർഗമല്ലത് നരകവാതിലാണ്. സ്വർഗീയ താഴ്വരെ ചോരയിൽ മുക്കി രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉന്നമിട്ട് മതം ചോദിച്ച് പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ തീർത്തുകളഞ്ഞ അധമപ്പടിക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് പാകിസ്ഥാൻ അറിയാം, ചൈനയ്ക്കറിയാം, സകല ലോകത്തിനും അറിയാം. എന്നിട്ടും തീർന്നു അഹന്ത. വീണ്ടും ഒരു 16 നിരപരാധികളെ ഷെല്ലിട്ട് കൊന്ന തെമ്മാടി രാഷ്ട്രത്തിന് ഡ്രോണുകൾ, മിസൈലുകൾ. ഈ പോയ രാത്രി ലക്ഷ്യം വെച്ചത് ശ്രീനഗർ അടക്കം ജലന്ധറും ലുധിയാനയും അടക്കം രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളാണ്. വിനാശകാലയെ മുടിഞ്ഞ ബുദ്ധി കേതുവിട്ട കോപ്പരാണ്ടികൾ. രാജ്യത്തിന്റെ ആകാശം കടക്കും മുന്നേ അന്തരീക്ഷത്തിൽ ആവിയത് ധൂളി പടലം. ഇന്ത്യയുടെ കയ്യിലുള്ള ഡിഫൻസ് സംവിധാനം റഷ്യൻ നിർമ്മിത S-400 ആണ്, അല്ലാതെ ചൈനീസ് ഡ്യൂപ്ലിക്കേറ്റ് കളിപ്പാട്ടങ്ങളല്ല. ഓപ്പറേഷൻ സിന്ധു ഫേസ് 2 റാവൽപിണ്ടിയിൽ, കറാച്ചിയിലടക്കം പാകിസ്ഥാന്റെ മസ്തകത്തിലാണ് ഡ്രോണുകൾ തീർത്ത തീമഴ. ലാഹോറിൽ പൊളിഞ്ഞത് അക്രമി രാഷ്ട്രത്തിന്റെ എയർ ഡിഫൻസ് സംവിധാനം. പാകിസ്ഥാന്റെ ആകാശം ഇപ്പോൾ ഉടുതുണിയില്ലാത്ത മട്ടിൽ നഗ്നമാണ്. ഭ്രാന്ത് പിടിച്ചൊരു രാജ്യത്തിന്റെ വെറിപൂണ്ട പേക്കുത്തിൽ അവിടുത്തെ ഒരു സാധാരണക്കാരന്റെ ചോര ചിന്തിയിട്ടില്ല ഞങ്ങൾ ഗാന്ധിയുടെ പിന്മുറ. ഇനിയും പാഠം പഠിക്കുന്നില്ലെങ്കിൽ നാറാണക്കല്ല് പിടിച്ച് രാജ്യത്തിന്റെ ഒടുക്കത്തെ കഴുക്കോൽ ഒരു ഡൽഹിക്ക് കുറുകെ നിൽക്കാനാണ് ദുഷ്ടബുദ്ധിയെങ്കിൽ, പെരിച്ചാഴി കണക്കേതോ ബങ്കറിൽ തലപൂണ്ടിരിക്കുന്ന അസീം മുനീറെ, റാവൽപിണ്ടിയിൽ ഒരു പച്ചപ്പതാക മാറുന്ന പട്ടാള ആസ്ഥാനം അവിടെ വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഈ രാജ്യം തീരുമാനിക്കും. 6 അടി മണ്ണിൽ അടങ്ങുണ്ടെങ്കിൽ അടങ്ങിക്കോ, നിർത്തിക്കോ നിന്റെ തെമ്മാടിപ്പണി.